പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് എൻ്റെ കണ്ണെന്താ, എൻ്റെ മൂക്കെന്താ, എനിക്ക് കാണാൻ എന്താ കൊള്ളൂല, ഇങ്ങനെ ആലോചിക്കാത്ത ഒരു മനുഷ്യന്മാർ പോലും ചിലപ്പോൾ നമ്മളെ ചുറ്റും ഉണ്ടാകില്ല. ഈവൻ നമ്മൾ പോലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാകും. ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് സ്ട്രൈക്ക് ആയത് കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ, അതായത് എൻ്റെ ചെറുപ്പത്തിൽ വെറുതെ ഉമ്മാനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇമ്മൊരു സംഭവം പറഞ്ഞു. എൻ്റെ കണ്ണിൽ നിങ്ങളൊപ്പാക്കാണ് ഭംഗി, നിങ്ങളൊപ്പാനെ കല്യാണം കഴിച്ച അന്ന് മുതൽ എൻ്റെ കണ്ണിൽ നിങ്ങളൊപ്പാക്കാണ് ഭംഗി, അങ്ങനെ പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു സാധനമായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ആലോചിച്ചിരുന്നു, കുറേ ഇരുന്ന് ചിന്തിച്ചിരുന്നു, കുറേ ആൾക്കാരോട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിറമോ നമ്മളെ ഭംഗിയോ നമ്മളെ ചുണ്ടോ മൂക്കോ കണ്ണോ ഇതൊന്നുമല്ല. ശരിക്കും നമ്മളെ ഭംഗി എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടമുള്ളവരുടെ കണ്ണുകളിൽ നമ്മളെങ്ങനെ കാണണം എന്നുള്ളതല്ലേ. ശരിക്കും ലൈലാൻ്റെ ഭംഗി കാണണമെങ്കിൽ മജ്നുവിൻ്റെ കണ്ണിലൂടെ നോക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇഷ്ടമുള്ളവരുടെ കണ്ണിൽ നമ്മളെപ്പോഴും ബ്യൂട്ടിഫുൾ ആയിക്കാരം. കാക്കക്ക് തെൻകുഞ്ഞ് പൊൻകുഞ്ഞ് പറഞ്ഞ പോലെ എല്ലാ ഉമ്മമാർക്കും സ്വന്തം കുഞ്ഞുങ്ങൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലേ. എല്ലാ പാർട്ട്നേഴ്സിനും നമ്മളെ പാർട്ട്ണർ ഏത് കോലത്തിലിരുന്നാലും ഓരത്രയും ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത് മേ ബി അതുകൊണ്ടായിരിക്കും അല്ലേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താണേലും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ പിന്നെയും കാണാം.